അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ പ്ലാസ്റ്റിക് കുപ്പി വെച്ചുള്ള വെളുത്തുള്ളി കൃഷിയുടെയാണ് നിങ്ങളായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ അതിലേക്ക് കടക്കാം. മച്ചന്മാരെ, അപ്പൊ നമ്മുടെ കുപ്പി എടുത്ത് നമ്മുടെ ക്യാപ്പ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. നമുക്ക് ക്യാപ്പ് ആവശ്യമില്ല. അതിനുശേഷം നമ്മുടെ കുപ്പിയുടെ ടോപ്പ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അത് ആവശ്യമുണ്ട്. ആ സാധനം വീണ്ടും എടുത്തിട്ട് അതിന്റെ അടയ്ക്കുന്ന സ്ഥലം നമുക്ക് കട്ട് ചെയ്ത് മാറ്റുന്നത് ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാം. അതിനുശേഷം കുപ്പി വെച്ചതിന് ശേഷം അതിന്റെ ഒരു മുക്കാ ഭാഗം നമുക്ക് വെള്ളം ഒഴിച്ച ശേഷം നമ്മുടെ ആ പീസ് എടുത്ത് വെക്കാം. അതിനുശേഷം ഒരു വെളുത്തുള്ളി എടുത്ത് അതിന്റെ മണ്ട മുളച്ചു വരാവുന്നതുപോലെ നമുക്ക് ഇച്ചിരി സ്ഥലം മുറിച്ചെടുക്കാം ഇതുപോലെ. അതിനുശേഷം നമ്മുടെ വെളുത്തുള്ളി ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്കൊരു 7 ദിവസം കഴിഞ്ഞ് കാണാം. അങ്ങനത്തെ മച്ചന്മാരെ നമ്മുടെ ഉള്ളി അല്ലെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഇപ്പോൾ 7ാമത്തെ ദിവസമായി. നോക്കിയാൽ നമ്മുടെ വെളുത്തുള്ളി ഇപ്പോൾ നമുക്ക് പറിച്ച് നമുക്ക് ഓരോരോ അല്ലിയാക്കാനുള്ള പാതനയുണ്ട്. അപ്പോൾ നമുക്കിനി ഈ വെളുത്തുള്ളി നമുക്ക് പതുക്കെ നമുക്ക് ഈ ഒറ്റ വെളുത്തുള്ളി നമുക്ക് ഈ ഓരോ തണ്ടും ഓരോ വെളുത്തുള്ളിയുടെ ചെടിയാക്കി മാറ്റാം. മച്ചന്മാരെ നോക്കിയതേ, അപ്പോൾ ഇതാണ് നമ്മുടെ വെളുത്തുള്ളി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെള്ളത്തിൽ നിന്ന് നമ്മുടെ വെളുത്തുള്ളിനെ പൊക്കിയെടുത്തതിന് ശേഷം നോക്കി നമ്മുടെ വെളുത്തുള്ളി നല്ല വേരൊക്കെ ആയി നല്ല സെറ്റപ്പായിട്ട് നല്ല എരിപ്പുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ വെളുത്തുള്ളിയുടെ നമ്മൾ വെച്ച ക്യാപ്പ് പതുക്കെ നമുക്ക് താഴേക്ക് മാറ്റാം. കാരണം നമുക്ക് ഒരു ശതം പോലും ഏക്കരുത്. അതിനുശേഷം നമ്മുടെ വെളുത്തുള്ളി നടുവേ നമുക്ക് പൊട്ടിച്ചെടുക്കാം. വേരൊന്നും മുറിയാതെ നോക്കണം. കാര്യം വേര് മുറിഞ്ഞാൽ ഇത് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ വരെ സാധ്യതയുണ്ട്. അതിനുശേഷം മച്ചാന്മാരെ അതിൽ നിന്ന് ഓരോ വെളുത്തുള്ളി നമുക്ക് അവിടുന്ന് സാവകാശം മാറ്റിയെടുക്കാം. ചെറിയ വെളുത്തുള്ളി ഉള്ളതെല്ലാം മാറ്റിക്കളയുക. ചെറുതായിട്ട് ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് എടുക്കാൻ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നല്ല കരുത്തുള്ള ചെടികൾ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. അതുപോലെ തന്നെ മച്ചാന്മാരെ ഇത് കിളുക്കാൻ ഇച്ചിരി സമയം എടുക്കും. 7 ദിവസം എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ അത് 8-9 ദിവസമാണ് സാധ്യതയുണ്ട്. അപ്പോൾ അതുവരെ നിങ്ങൾ കാത്തിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നോക്കി നമ്മളിങ്ങനെ ഓരോ അല്ലികൾ ആ ഒരു വെളുത്തുള്ളിയിൽ നിന്ന് നമ്മൾ പൊട്ടിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. പൊട്ടിച്ചെടുക്കുമ്പോൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ വേര് ഒരിക്കലും മുറിഞ്ഞു പോകാതെ നോക്കുക. അതുപോലെ തന്നെ മച്ചാന്മാരെ ഇതിൻ്റെ പുറത്തുള്ള നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ട് ചെറുതായിട്ട് ചീഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പുറത്തുള്ള തൊലി നമ്മൾ ആവശ്യമില്ലാത്ത അത് നമ്മൾ തൊലി പൊളിക്കാതെയാണ് വെച്ചത്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള തൊലി നമുക്കിപ്പോൾ സാവകാശം അതും നമുക്ക് മാറ്റാം. അത് മാറ്റുമ്പോൾ ഒരിക്കലും വേര് മുറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേര് മുറിയാതെ നോക്കണം. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ വെളുത്തുള്ളിയെല്ലാം നമ്മൾ പിരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ എണ്ണി നോക്കിയപ്പോൾ ഏതാണ്ട് 6 വെളുത്തുള്ളി അല്ലികൾ നമുക്ക് കിട്ടി. 6 വെളുത്തുള്ളി അല്ലികളാണ് നന്നായിട്ട് ആയത്. അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിൽ നിന്ന് 6 വെളുത്തുള്ളി കിട്ടി. നമ്മുടെ വെളുത്തുള്ളി ഉള്ള കുപ്പി നമുക്ക് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് തന്നെ നമ്മൾ 1 ലിറ്ററിന് ഇതുപോലെ എടുത്ത കുപ്പിയാണ് എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇതിൻ്റെ പുറം തൊലി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിക്കർ നമുക്ക് റിമൂവ് ചെയ്യാം. അതിനുശേഷം ക്യാപ്പും നമുക്ക് റിമൂവ് ചെയ്യാം. അത് നമുക്ക് ആവശ്യമില്ല. അതിനുശേഷം നമ്മുടെ കുപ്പി ഇവിടെ വെച്ച് നമ്മളെ കുപ്പി മുറിക്കാം. ഇവിടെ വെച്ച് നമ്മുടെ കുപ്പി മുറിക്കാം. നോക്കി ഇത്രയും ഒരു ഹൈറ്റിന് നമുക്ക് നമ്മുടെ കുപ്പി ചെയ്തെടുക്കണുണ്ട്. നമുക്ക് ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല. നമുക്ക് കളയാന്നല്ല, പ്ലാസ്റ്റിക് മാലിന്യം ഒരിക്കലും വലിച്ചെറിയരുത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് സ്ഥലത്ത് നമ്മൾ വേസ്റ്റ് ബിന്നിൽ തന്നെ നമ്മൾ നിക്ഷേപിക്കണം. അപ്പോൾ നോക്കി നമ്മുടെ കുപ്പി ഇത്രയും സൈസിൽ നമ്മൾക്ക് 6 കുപ്പി നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് 6 കുപ്പി ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കുപ്പിയൊക്കെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ഇതിലെല്ലാം വെള്ളം പോകാനുള്ള തുള നമുക്ക് ഇട്ടെടുക്കാം. അപ്പോൾ നമുക്ക് അതിനെ തുളച്ചിട്ട് വരാം. മച്ചന്മാരെ, അപ്പോൾ നിങ്ങളിപ്പോൾ കുപ്പിയുടെ പുറകുവശമാണ് കാണുന്നത്. നമ്മുടെ പുറകുവശത്ത് നമ്മൾ 5 തുളയാണ് നമ്മൾ ആണി വെച്ച് ഇട്ടെടുത്തേക്കുന്നത്. അപ്പോൾ മച്ചന്മാരെ നമ്മുടെ കുപ്പിയൊക്കെ നമ്മൾ തുളയിട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ കുപ്പിയുടെ അടിയിൽ നമ്മൾ 5 തുളയാണ് ഇട്ടെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ഇതിനകത്ത് മണ്ണ് നിറയ്ക്കാൻ തുടങ്ങാം. നമ്മുടെ ഈ കുപ്പിക്കുള്ളിൽ നിറയ്ക്കാനായി നമ്മൾ ഇവിടെ മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിൽ ചാണകപ്പൊടിയുണ്ട്, ചോറുണ്ട്, മണ്ണുണ്ട്, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കുണ്ട്, എല്ലുപൊടിയുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ കൂടി നമ്മൾ മിക്സ് ചെയ്തെടുത്തേക്കുന്നതാണ് നമ്മുടെ ഈ സോയിൽ മിക്സ്. അപ്പോൾ നമുക്ക് അടുത്തതായി നമ്മുടെ കുപ്പി നമുക്ക് മണ്ണിലേക്ക് വെച്ച് ഓരോന്നോരോന്നായി നമ്മുടെ മണ്ണ് നമ്മുടെ മിക്സറും ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മുടെ കുപ്പി നമ്മൾ ഓരോന്നോരോന്നായി നമ്മുടെ മിക്സറും നിറച്ചെടുക്കുകയാണ്. അങ്ങനെ നിറച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കുപ്പിയെല്ലാം ഒരു സൈഡിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായി അടുക്കി വെക്കാം. നമുക്ക്
നമുക്ക് നടാൻ എളുപ്പത്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മച്ചാന്മാരെ അതിനുശേഷം നമ്മൾ ഒരു വെളുത്തുള്ളിയിൽ നിന്ന് എടുത്ത 6 വെളുത്തുള്ളികൾ നമുക്ക് ഓരോ കുപ്പിയിൽ എന്ന വീതം നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ വെച്ച് കൊടുക്കാം. നമുക്ക് അതിനുശേഷം നടാൻ എളുപ്പത്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ഒരു വിരൽ വെച്ച് പതുക്കെ കുഴി ഉണ്ടാക്കി നമ്മുടെ വെളുത്തുള്ളി ഇതിലേക്ക് നമുക്ക് ഇറക്കി പതിയെ നട്ട് ചെറുതായി ഒന്ന് ഉറപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഉറപ്പിക്കുന്ന നേരം കൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ടാർഗറ്റ് 1000 ഇപ്പോൾ 600 ആയുള്ളൂ. ഒരു 400 സബ്സ്ക്രൈബ് നിങ്ങൾ ഈ വീഡിയോ കഴിയുമ്പോൾ നമുക്കൊന്ന് തരണേ. അപ്പം നമുക്കിനി വെള്ളം ഒഴിക്കാൻ തുടങ്ങാം. അതേ നമ്മുടെ പൂവാലി വെച്ചാണ് നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കുന്നത്. നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അച്ഛന്മാരെ നമ്മുടെ ഈ വെളുത്തുള്ളി കൃഷിയുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള വേറെ വീഡിയോ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും കയറി കാണുക. അതുപോലെ തന്നെ ഇത് വളർന്നിട്ടുള്ള വീഡിയോ നമ്മൾ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനെ കാത്തിരിക്കുക. അതിനുവേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.